സുമതി വളവ് മാളികപ്പുറം ടീമിനോടൊപ്പം നമ്മുടെ അർജുൻ അശോകൻ വരുന്ന ഏറ്റവും പുതിയ ചിത്രം. ഇതിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് നമ്മുടെ അഭിലാഷ് പിള്ളയാണ്. മാളികപ്പുറം ടീമിനകത്തുള്ളതിനാണ്. സോ അതിൻ്റെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് കാണാം. ഇതൊരു ഹൊറർ കോമഡിയാണ്. മാളവിക, ആനന്ദ് ശ്രീബാല ടീമുണ്ടല്ലോ. ഓ ഓ വിഷ്ണു ശശിശങ്കർ. ഒരുപാട് പേരുണ്ടല്ലോ. അഭിലാഷ് പിള്ള ഒരു എന്താ പറയുക, ഇത് സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു ഈ സിനിമയിൽ ഒരുപാട് ക്യാമിയോസ് ഉണ്ടാവും. ഒരുപാട് പേരെന്ന് വെച്ചാൽ വലിയ വലിയ ആളുകളല്ല, എന്നാൽ പോലും ഒരുപാട് ക്യാമിയോസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് കാണുന്നുണ്ട്. എന്താ പറയുക, യഥാർത്ഥത്തിലുള്ള സുമതി വളവായിട്ട് അതിൽ നിന്ന് തന്നെ ബേസാണ് ഇത്. അതിൻ്റെ ഒറിജിനൽ കഥ ഞാൻ ആദ്യം ഓർത്ത് ഇതൊരു പീരിയോഡിക് സെറ്റപ്പിലായിരിക്കും ഒരു സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ അല്ല, ഇതൊരു ഹൊറർ കോമഡി. ആ ഒരു കഥയുടെ ഒരു എടുത്തിട്ട് അവരുടെ ഫിക്ഷനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു പക്ക ഹൊറർ കോമഡി ജേണലിലാണ് വരുന്നത്. ഒരുപാട് ചിരിക്കാനുള്ളതും അതുപോലെ ഈക്വലി പേടിക്കാനുള്ള ഒരു സംഭവമാണ് അവർ സെറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പല ക്യാരക്ടേഴ്സിനും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിൽ കാണുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അഭിലാഷ് പിള്ള ഒരു ഇൻ്റർവ്യൂവിൽ എന്തോ പറഞ്ഞാണ് ഇതൊക്കെ. സോ അദ്ദേഹം റീസെൻ്റ്ലി ഉള്ള എല്ലാ അദ്ദേഹത്തിൻ്റെ സിനിമകളും കണ്ടിട്ടുള്ളവർക്കറിയാം, ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സോണുണ്ട്. പക്ഷേ ഈ ഒരു സാധനം ഇതുവരെ അദ്ദേഹം ട്രൈ ചെയ്യാത്തൊരു സാധനമാണ്. ത്രില്ലർ ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹൊറർ കോമഡി എന്ന് പറയുമ്പോൾ മലയാളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് അങ്ങനെ അധികം പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഹൊറർ കോമഡി സാധനങ്ങൾ. പക്ഷേ ഒരു സമയത്ത് അത് ഇല്ലാതായി. ഇപ്പോൾ പിന്നെയും വരുന്നുണ്ട്. സോ ഇതൊരു കിടിലൻ, ആ ഒരു രീതിയിലൊരു കിടിലൻ സാധനമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ വിഷ്ണു ശങ്കറാണ് ഇതിൻ്റെ ഡയറക്ടർ. മാളികപ്പുറം ടീം. ഉണ്ണി മുകുന്ദനൂടെ വന്നിരുന്നത് പൊളിയായിരുന്നു. ഈ ഒരു ടീമിൽ അദ്ദേഹത്തിൻ്റെ ഒരു മിസ്സിങ് ഉണ്ട്. പിന്നെന്താ പറയുക, അർജുൻ അശോകൻ ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള യൂത്തന്മാരിൽ കറക്റ്റായിട്ട് സ്ക്രിപ്റ്റൊക്കെ സെലക്ട് ചെയ്യുന്ന ഒരാളാണ് അർജുൻ അശോകൻ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ഒരു കിടിലൻ സാധനം, എന്താ പറയുക, കിടിലൊരു സിനിമ പ്രതീക്ഷിക്കാം. പിന്നെ ടെക്നിക്കൽ സൈഡ് മാളികപ്പുറം ടീമിൻ്റെ തന്നെ മോസ്റ്റ്ലി അതിൻ്റെ മ്യൂസിക്കും എഡിറ്റർ ആക്ച്വലി നമ്മുടെ റെട്രോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന അദ്ദേഹമാണ് എൻ്റെ എഡിറ്റർ വരുന്നത്. സോ ആ ഒരു ടീം മോസ്റ്റ്ലി എല്ലാവരും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് മാളികപ്പുറം ടീമിൻ്റെ. സോ ആ ഒരു മാളികപ്പുറം എന്ന് പറയുന്നൊരു ജോണറിൽ നിന്ന് മൊത്തത്തിൽ മാറിയിട്ടുള്ളതാണ്. സോ ഇതെങ്ങനെ വരുമെന്നുള്ളതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. എന്താ പറയുക, ടീസർ അതിൻ്റെ കട്ട്സും അതിൻ്റെ ആ ഒരു സസ്പെൻസും നിലനിർത്തിയുള്ള ഒരു കഥ പറഞ്ഞൊരു രീതിയും എനിക്കിഷ്ടപ്പെട്ടു. എന്താ പറയുക, നല്ലൊരു ഹൊറർ കോമഡി. നമ്മളങ്ങനെ അധികം ഇപ്പോൾ കാണാത്ത ഒരു സാധനമാണ്. നമ്മൾ ഒന്നെങ്കിലും ഒരു കംപ്ലീറ്റ്ലി, നമ്മൾ കൂടുതൽ ഇംഗ്ലീഷ് സിനിമകളാണല്ലോ കണ്ടിട്ടുള്ളത് ഹൊറർ എന്ന് പറയുന്നത്. സോ ഹൊറർ കോമഡി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലാണ് കൂടുതലും ഉള്ളത്. സോ ആ ഒരു സംഭവത്തിൽ ഈ ഒരു പടം യഥാർത്ഥ കഥയായിട്ട് എത്രത്തോളം സെയിമാണ്. ഇതൊരു ഓൾട്ടർനേറ്റീവ് റിയാലിറ്റി സെറ്റപ്പ് തന്നെ ആയിരിക്കും. വേറൊരു ഒറിജിനൽ അദ്ദേഹത്തിൻ്റെ നമ്മുടെ അഭിലാഷ് പിള്ളയുടെ ആനന്ദ് ശ്രീബാല കണ്ടിട്ടുള്ളവർക്കറിയാം. ഒറിജിനൽ ഒരു കഥയിൽ നിന്ന് അദ്ദേഹം ഒരു സാധനം ഉണ്ടാക്കിയെടുത്തതാണ് ആനന്ദ് ശ്രീബാല. അതുപോലെ തന്നെ ആകും ഇതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഈ ഒരു ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം.